വെൽക്കം ഫ്രണ്ട്സ്, പുതിയൊരു മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് IBPS POയുടെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ SBI ക്ലർക്ക്, SBI PO, IBPS RRB ക്ലർക്ക്, IBPS RRB PO, IBPS PO ആൻഡ് IBPS ക്ലർക്ക്, അങ്ങനെ എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അത് ഓരോ പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ വീഡിയോ അല്ലാതെ ഒരു 10 ക്വസ്റ്റ്യൻ വീതമുള്ള പാർട്ടായിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Read the following bar graph carefully and answer the question given below. The bar graph shows the number of cars produced by 4 companies in different years. In 2 different years. Okay. അപ്പോൾ ബാർ ഗ്രാഫ് ആണ്, DA ബാർ ഗ്രാഫ് ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2023 ആൻഡ് 24 ടുഗദർ. ആദ്യത്തേത് 23-24 ഒരുമിച്ചുള്ളതാണ്. രണ്ടാമത്തത് കാർ പ്രൊഡ്യൂസ്ഡ് ഇൻ 2023. അപ്പൊ നമുക്കത് രണ്ടായിട്ട് ആദ്യം എഴുതാം. 2023യും 2024. A, B, C and D. ഇപ്പൊ 2023 എത്രയാണ്? 300ആണ്. ഇനി 2021-24 ചേർത്ത് 500ആണ്. അപ്പൊ 2024 മാത്രം ബാക്കി 200 ഇനി ബിയിലത് 2023 മാത്രം 450. ഇനി 2023-24 ടുഗദർ 750. അപ്പൊ ബാക്കി എത്ര ആയിരിക്കും? 300. ഓക്കെ. അതേപോലെ സിയിലത് 2023 250. മൊത്തം എത്രയാണ്? 600. ഇപ്പൊ ബാക്കി 350. അടുത്ത ഡിയിലത് 200-ഉം 450. 200-ഉം 450 ബാക്കി 250. ഓക്കെ, ഡേറ്റ കിട്ടി. ഇനി ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2024 ബൈ ബി. 2024 ബൈ ബി. ഇപ്പൊ 300-ഉം ടു ദ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2023 ബൈ എ. 2023 ബൈ എ. ഇത് നമ്മളുടെ റേഷ്യോ ആണ്. റേഷ്യോ എന്ത് കിട്ടും? 1:1 ആയിരിക്കും, സിമ്പിൾ ആയിട്ട്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The number of cars produced in 2024 by A is what percentage more or less than the number of cars produced by 2023 by D? 2024 by A, 2024 by A, 2023 by D. അത് രണ്ടും സെയിം ആണ്. ഇപ്പം കൂടുതലൊന്നും ഇല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് കൂടുതൽ എന്ന് പറയുന്നത്? 0% ആയിരിക്കും കൂടുതൽ. എത്ര മോർ ഓർ ലെസ് എന്നാക്കി, രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പൊ 0%. അടുത്ത ക്വസ്റ്റ്യൻ. The number of cars produced in 2025 by A is 25% more than the number of cars produced in 2024 by B. 2024 ബിയില് 300ആണ്. അപ്പൊ 300-നേക്കാൾ 25%, 300-ൽ 25% എത്ര? 25 1/4. അതായത് 300-ന്റെ പാതിയുടെ പാതി വരും. 300-ന്റെ പാതി 150, 150-ന്റെ പാതി 75 ആയിരിക്കും. ഇപ്പൊ 75 കൂടുതൽ എന്ന് പറയുമ്പോൾ 375 കിട്ടും. ഇതാണ് 2025-ലേത്, എയുടേത്. ഓക്കെ. If the average number of cars produced in 2025 by B and A is 400, then find the number of cars produced in 20. Okay. ബിയുടെ എയുടെ ആവറേജ് 400 തോന്നിട്ടുണ്ട്. അത് ആവറേജ് 400, ടോട്ടല് 800 ആയിരിക്കുമല്ലോ. രണ്ടുപേരുടെ ആവറേജ് 400, ടോട്ടൽ 800 ആയിരിക്കും. ഇപ്പൊ ഒരാളുടെ 375 ബാക്കി 800 കിട്ടണമെങ്കിൽ ബാക്കി 425 ആയിരിക്കും. 400, 300-ഉം 700, 425 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of bikes produced in 2024 by C is 5/9 of the number of cars produced in 2023 by D. ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്തത് 2024 ബൈക്കാണല്ലോ. അത് എത്രയാ? സി 5/9 ഓഫ് ദ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ് ഇൻ 2023 ബൈ ബി. 2023 450-യുടെ 5/9. 450-യുടെ 5/9 എന്ന് പറയുമ്പോൾ 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 50 കിട്ടും. ഇപ്പൊ 250 ആയിരിക്കും ബൈക്ക്. ഓക്കെ.
250 എത്തി. Then find the difference between the number of bikes produced in 2024 by C and the number of cars produced. അപ്പൊ എത്ര 250ന്റെയും പിന്നെ ഏത് ഡിഫറൻസ് ആണ്? നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ് ഇൻ 2023 ബൈ ഡി. 2023 ബൈ ഡി. 2023 200. 250ന്റെ ഡിഫറൻസ് എത്രയാണ്? 50. ഓപ്ഷൻ സി 50 ആയിരിക്കും ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2024 ബൈ സി ആൻഡ് ഡി. സിയുടെയും ഡിയുടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് 2024. 2024 സിയുടെയും ഡിയുടെയും 350 250 ആണ്. 3 2 5. ഇപ്പൊ 600 ആണ്. 600ന്റെ പാതി 300 ആയി. സോ ആവറേജ് 300 കിട്ടി. ഓക്കെ. ഡി ഐ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ. A man invested rupees 15,000 in a scheme A that offers simple interest at R percentage per annum for 2 years, and the interest received from scheme A is then invested in scheme B at that offers compound interest at 10% per annum for 2 years. Okay. If the amount received from scheme B is 4,356, find the value. അപ്പോൾ ആദ്യമേ 15,000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇട്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റ് 15,000 രൂപ ഇട്ടു. 6% പെർ ആണ് 2 വർഷത്തേക്കാണ്. അപ്പൊ നമുക്ക് ഈ റേറ്റ് പെർസെന്റ് അറിയാതെ എത്രയാണ് പലിശ കിട്ടിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം സ്കീം എ ദെൻ ഇൻവെസ്റ്റഡ്. അപ്പൊ ഇവിടുന്ന് എത്ര ഇൻട്രസ്റ്റ് കിട്ടി, ആ ഇൻട്രസ്റ്റ് എത്ര വേറെ സ്കീമിലിട്ട് സ്കീം ബി അവിടെ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഫോർ 2 years. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ എത്ര നമുക്ക് പലിശ എത്ര അങ്ങനെ എമൗണ്ട് ഇപ്പം 100 രൂപയാണ് 100 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോ 2 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എത്രയായിട്ട് കിട്ടുന്നത്? അതായത് 10% വീതം 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം 10% പലിശ കിട്ടും. രണ്ടാമത്തെ വർഷം 10%ത്തിന്റെ കൂടെ എന്ത് കിട്ടും? ഈ 10ന്റെ 10% കൂടെ കിട്ടും. 10ന്റെ 10% എത്ര? 1. അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും എനിക്ക് കിട്ടുന്നത്? 2 വർഷം 21% ആയിരിക്കും പലിശ കിട്ടുന്നത്. അതായത് 100 എന്നുള്ളത് 121 എമൗണ്ട് ആണ്. അല്ല, അതായത് 100 രൂപയായിരുന്നു ഞാൻ ഇട്ടതെങ്കിൽ എനിക്ക് 121 രൂപയായിട്ട് കിട്ടിയാണ്. ഈ 121 പകരം ഇവിടെ എത്രയാ അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് വാല്യൂ? 4,356 അപ്പൊ നമുക്ക് 121 പകരം 4,356 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 11 കൊണ്ട് 11 11 121. ഇവിടെ 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 പ്രാവശ്യം 33. പിന്നെ ഒരു 10 ഉണ്ട്. 10 105 വരും. 105-നകത്ത് 9 പ്രാവശ്യം 99. പിന്നെ ഒരു 6 ഉണ്ട്. 6 6 ചേർന്ന് 66-നകത്ത് 6 പ്രാവശ്യം. വീണ്ടും 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം അടങ്ങും. ഇവിടെ 11 3 33. പിന്നെ ഒരു 6 ഉണ്ട്. 6 6 ചേർന്ന് 66-ൽ. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 കിട്ടി. എങ്കിൽ നമ്മൾ ഇട്ട ഇതെത്ര ആയിരിക്കും? ടോട്ടൽ എമൗണ്ട് 100-ന് പകരം 100-നെ 36 കൊണ്ട് ഗുണിക്കുമ്പോൾ 3,600 കിട്ടും. ഓക്കെ, 3,600 ആയിരിക്കും നമുക്ക് കിട്ടും. ഇപ്പം 3,600 രൂപ ഇപ്പൊ ഇവിടുന്ന് കിട്ടിയതാണ് പലിശയായിട്ട്. ആ പലിശ കിട്ടിയതാണല്ലോ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കാം. 15,000ത്തിന്റെ എത്ര ശതമാനമാണ്? അതായത് 6%, 6/100 2 വർഷത്തേക്ക് എത്ര പലിശ നിരക്ക് കിട്ടിയാലാണ് ഈ 3,600 ആവുന്നത്? ഇപ്പോ 2 പൂജ്യങ്ങൾ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഓരോ 0 ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 2, 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 3. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ 3ഉം 36 ക്യാൻസൽ ചെയ്ത് 12. അപ്പോ റേറ്റ് പെർസെന്റേജ് 12% കിട്ടും. ഓക്കെ, 12% ആൻസർ. അപ്പൊ നമ്മളിവിടെ ആദ്യമേ ഇതൊന്നും ചെയ്തില്ല. നമ്മൾ അടുത്ത രണ്ടാമത്തേതിൽ എത്ര എമൗണ്ട് ഇട്ടാൽ എത്രയായിട്ട് കിട്ടും? 121 കിട്ടുമെന്ന് എടുത്ത് ആ 121-ന് പകരം ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എടുത്ത് ചെയ്തു. അതിൽ നിന്ന് 36 മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ആയിട്ട് കിട്ടി. അതായത് 100-ന് പകരം 100 ഗുണം 36 1,600 ആയിരിക്കും.
അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിലോട്ട് പോയിട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പൊ അരിത്തമാറ്റിക്കൽ ഇത് കണക്ക് നമുക്ക് കുറച്ച് ചെയ്യേണ്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും PO ലെവൽ ആയതുകൊണ്ട്. Two cars A and B start simultaneously from cities P and Q towards each other. The distance between P and Q is 450 meter. അപ്പൊ P ഉണ്ട്, Q ഉണ്ട്. അപ്പോ എയും ബിയും ഇവിടുന്ന് എ എന്ന് പറയുന്നത് ബി. ഓക്കെ, ഇവര് തമ്മിൽ ഡിസ്റ്റൻസ് 450 കിലോമീറ്റർ ആണ്. ഇനി കാർ എ ഇവിടെ നിന്നും കാർ ബി ഇവിടെ നിന്നാണ് കരുതുക. കാർ എ കവേഴ്സ് ദ ഡിസ്റ്റൻസ് ഇൻ 5 hours. 5 hours കൊണ്ടാണ് കവർ ചെയ്യുന്നത്. അപ്പൊ കാർ എയുടെ സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ നമുക്ക് ആദ്യം തന്നെ. 450 ÷ 5 എത്ര കിട്ടും? 90 km/h ആണല്ലോ. ഓക്കെ, ബിയുടെതോ 450 10 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പൊ 45 കിട്ടും. ഇനി ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് ദേ വിൽ മീറ്റ്. അപ്പൊ രണ്ട് കാറും ട്രാവൽ ചെയ്യാണ്. ദേ ആർ മൂവിങ് ഓപ്പോസിറ്റ് ഈച്ച് അതർ. അപ്പൊ ഓപ്പോസിറ്റ് ആണ് രണ്ടുപേരും മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും. റിലേറ്റീവ് സ്പീഡ് രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്പീഡ് എന്തായിട്ട് എടുക്കും? നമ്മൾ ആ റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യും. 90 45 ആഡ് ചെയ്യുമ്പോൾ 135 ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. ഇനി 135 സ്പീഡ് ഈ 450 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പൊ ഇനി അവർ ഏത് ടൈമിൽ മീറ്റ് ചെയ്യണം? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? അപ്പൊ അവിടുന്ന് ടൈം ഇസിക്കൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് റിലേറ്റീവ് സ്പീഡ് ആണ് 135. നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യില്ല. 2 5 10, 7 5 35 കൂടെ 90 കിട്ടും. ഇവിടെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 9 27 19. ഇപ്പൊ 10/3 എന്ന് കിട്ടും. 10/3 ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, 10/3 ആ ടൈമിലായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A boat covers 84 km downstream in T hours and 60 km upstream in T plus 4 hours. If the ratio of the speed of the boat in still water to the downstream speed is 4:5, then the time taken by the boat to cover 40 km to and fro in the river. Okay. അപ്പൊ അവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ബോട്ടും ഡൗൺ സ്ട്രീം സ്പീഡും അല്ലെ, അതിന്റെ റേഷ്യോ 4:5 എന്നാണ്. എന്താണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് അറിയാമോ? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ബോട്ട് ട്രാവൽ ചെയ്യണം. അപ്പൊ ബോട്ട് ആ ഒഴുക്കിനൊപ്പം ട്രാവൽ ചെയ്യുക, അതാണ് ഡൗൺ സ്ട്രീം. ഒഴുക്കിന്റെ കൂടെ ട്രാവൽ ചെയ്യും. അപ്പം ഒഴുക്കിന്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പം ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോട്ടിന്റെ സ്പീഡ് ഉണ്ട്, പിന്നെ ആ ഒരു ഒഴുക്കിന് ആ സ്ട്രീമിന് സ്പീഡ് ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടുന്നത്. അപ്പം ബോട്ടിന്റെ സ്പീഡ് 4-ഉം ഡൗൺ സ്ട്രീം സ്പീഡ് 5-ന്റെയും റേഷ്യോയിലാണെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ നിന്ന് സ്ട്രീമിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ? 4-ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 5 കിട്ടുന്ന 1. ഇനി ഇതിൽ അപ്സ്ട്രീം സ്പീഡ് എന്താണ്? അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ പോകുന്നത്. അപ്പൊ ബോട്ടിന് ഒരു സ്പീഡ് ഉണ്ട്, ഒഴുക്ക് അതിനെതിരെയാണ്. അപ്പൊ ബോട്ടിന്റെ സ്പീഡ് മൈനസ് ആ ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്ട്രീമിന്റെ സ്പീഡ്, അതായിരിക്കും അപ്സ്ട്രീം സ്പീഡ്. അപ്പൊ 4 - 1 3 യൂണിറ്റ് ആയിരിക്കും അപ്സ്ട്രീം. അപ്പോ ഇത് നമ്മളെല്ലാം റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് നോക്കാം. അതായത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, അപ്സ്ട്രീം സ്പീഡ് അപ്സ്ട്രീമിൽ പോകുമ്പോഴായിരിക്കില്ല ടൈം കൂടുതൽ വേണ്ടി വരുന്നത്, അതറിയാമല്ലോ. അപ്പൊ 60/3 നമുക്ക് നമ്മുടെ ഈ റേഷ്യോയിലെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 60/3 ചെയ്ത് കഴിഞ്ഞാൽ 20 ആണ് കിട്ടുന്നത്. പിന്നെ അടുത്തത് 84 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 84/5 5 ഡൗൺ സ്പീഡ് ക്യാൻസൽ ചെയ്യുമ്പോൾ 16 5 80 16.8 ഉണ്ട്. അപ്പൊ ഇവിടെ ഇവര് തമ്മിൽ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടുന്നത്? 3.2 അല്ലേ കിട്ടുന്നത്? പക്ഷെ ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞിട്ടുള്ളത്? അതായത് ഒന്ന് T hours ഒന്ന് T plus 4 hours എന്നാണ്. വെച്ചാൽ 4 മണിക്കൂറാണ് ഡിഫറൻസ്. അപ്പൊ 3.2-നെ 4 ആക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് പാടാണ്, നിങ്ങൾ രണ്ടിടത്തും 10 കൊണ്ട് ഗുണിക്കും. 32-ഉം 40 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 5 40, 8 4 32. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5/4 ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മളുടെ ഈ
താഴെയുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് 4/5 അല്ല, അതിനെ തിരിച്ചിടണം, 5/4 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 5/4 ആണ് എങ്കിൽ ഇനി കറക്റ്റ് വാല്യൂസ് നമുക്ക് എഴുതാം. ഇപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? 5 ഇൻറ്റു 5/4 അല്ലെ? 5നെ 5/4 കൊണ്ട്, സോറി 5/4 തന്നെ അല്ലേ ഞാൻ വീണ്ടും എഴുതുന്നത്. 5/4 അല്ല, താഴത്തെ വാല്യൂ ഇല്ലേ, അപ്പൊ ഇത് റെസിപ്രോക്കൽ ആയിട്ട് വരും. അതായത് 4/5 ആയിരിക്കും കറക്റ്റ് വാല്യൂ. ഈ മാറ്റം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് 5 യൂണിറ്റ് ആണ്. 5നെ 4/5 കൊണ്ട് ഗുണിച്ചാൽ കറക്റ്റ് വാല്യൂ 4 കിട്ടും. ഡൗൺ സ്ട്രീം സ്പീഡ് 4 കിട്ടും. ഇനി അപ് സ്ട്രീം സ്പീഡോ 3 അല്ലേ? 3നെ 4/5 കൊണ്ട് ഗുണിച്ചാൽ ഇപ്പം 12/5 കിട്ടും. 12/5 എത്ര? 2 പ്രാവശ്യം ആകുമ്പോൾ 10.2.4 കിട്ടും. ഇപ്പൊ 2 വാല്യൂയും കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ഡൗൺ സ്ട്രീം സ്പീഡ് അപ് സ്ട്രീം സ്പീഡും കിട്ടിയെങ്കിൽ 40 കിലോമീറ്റർ അങ്ങോട്ട് 40 കിലോമീറ്റർ ഇങ്ങോട്ട്, അതാണ് 2 and 4 എന്ന് പറയുന്നത്. അപ്പോൾ 40 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലാണ് ആദ്യം പോകുന്നത്, 40/4 പ്ലസ് പിന്നീട് അപ് സ്ട്രീമിലാണ് പോകുന്നത് 40/2.4. അപ്പൊ ഇങ്ങനെ വരുമ്പോ കുറച്ചുകൂടെ പെട്ടെന്ന്, അതായത് ഇവിടെ പോയിന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ഞാൻ രണ്ടുകൂടെ ഞാൻ 24 ആക്കാം പോവാ. 24 ആക്കണം. ഇവിടെ ഞാൻ 6 കൊണ്ട് ഗുണിക്കണ്ടേ, അപ്പൊ മുകളിൽ ഞാൻ 6 കൊണ്ട് ഗുണിക്കുന്നു. 6 4 240 പ്ലസ് ഇവിടെ 24 ആക്കണേ 10 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ 400 ബൈ 2 24 അല്ലേ? 24 ആണ്. അപ്പൊ 24 40 കൂട്ടി 640 ബൈ 24 എന്ന് വരും. 8 ഒരു ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നുണ്ട്. 3 8 24, ഇവിടെ 8 8 60. അപ്പൊ 80/3 ആയിരിക്കും നമ്മുടെ ആൻസർ. 80/3. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഞാൻ അസ്യൂം ചെയ്തത് എന്ത്, ഇങ്ങനെ 5/4 4/5 ആക്കിയെന്ന് എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ജനറൽ മെത്തേഡ് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അതായത് നിങ്ങൾ ഇത്ര അസ്യൂം ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ എക്സ് ഇട്ട് ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: 60/3x മൈനസ് 84/5x ഇസ് ഈക്വൽ ടു 4. ഇതല്ലേ നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്പ്? ഇതെങ്ങനെയാണെന്ന് മനസ്സിലായി? അതായത് 60, അവർ പറഞ്ഞിരിക്കുന്നത് 60 അപ്സ്ട്രീം പോകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് നമ്മൾ 3 റേഷ്യോയിലായത് 3x എന്ന് എടുക്കും. ഓക്കെ, മൈനസ് ഇനി 84 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകണമെങ്കിൽ 84 ഡൗൺ സ്ട്രീം സ്പീഡ് 5x. ഇത് തമ്മിലുള്ള ആ ടൈമിന്റെ ഡിഫറൻസ് ആണ് 4 hours. അതായത് ഇവിടെ ടി എന്നും ഇതാടെ ഇങ്ങോട്ട് നോക്കും, ടി പ്ലസ് 4 ടി. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, 60 ഗുണം 5x 30x, സോറി 300x മൈനസ് 84 ഗുണം 3 എങ്ങനെ കണ്ടുപിടിക്കാം? 80 ഗുണം 3 240, 4 ഗുണം 3 12. അപ്പൊ 240 12 252x ഈസ് ഈക്വൽ ടു, താഴെ ഇനി എന്തുകൊണ്ട് 3 ഗുണം 5 15x² ഉണ്ടല്ലോ അല്ലെ? സാധാരണ നിങ്ങളെ സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കും? ആ ഒരു സ്റ്റെപ്പ് കൂടെ ലാഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഡിവൈഡ് ബൈ 15x² എന്ന് എഴുതും. എന്നിട്ട് ആ 15x² ഇങ്ങോട്ട് ഗുണിക്കത്തില്ലേ? അപ്പൊ 15x² 4 കൊണ്ട് ഗുണിച്ച 60x². ഓക്കെ ആണോ? ഇനി 300x 252x കുറയ്ക്ക്, അപ്പൊ 48x എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇവിടെ 60x². അപ്പൊ x²ൽ ഒരു എക്സും ഒരു എക്സോടെ ക്യാൻസൽ ആയി. ഇനി ഒരു എക്സ് മാത്രമേ ഉള്ളൂ. 12 കൊണ്ട് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 4 കൊണ്ട് പിന്നെ 3 കൊണ്ട് ചെയ്യാം. ഞാൻ 12 കൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. 12 4 48, 12 5 60. ഇപ്പൊ ഇവിടെ 5x 4 എന്ന് കിട്ടിയില്ലേ? അപ്പൊ അതിൽ നിന്ന് എക്സ് എങ്ങനെ എഴുതുന്നത്? ഈ 5 അല്ലേ ഇപ്പുറം പോകുന്നത്, അപ്പൊ 4/5 അല്ലേ വരുന്നത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായ ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയതിനെ ഞാൻ റെസിപ്രോക്കൽ ചെയ്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അതായത് ഇവരുടെ ഡിഫറൻസ് 4 hours എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് 4/5 കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ 3x എന്നും ഇവിടെ 1x 5x ഇതല്ലേ, ഇവിടെ ഒക്കെ എക്സ് ഇട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പം ഡൗൺ സ്പീഡ് എത്ര? 5 ഇൻറ്റു 4/5 എത്ര കിട്ടി? 4 കിട്ടും. ഇവിടെ 3 ഇൻറ്റു 4/5 അതായത് 12/5 2.4 കിട്ടും. ഇതേപോലെ തന്നെയാണ് വരുന്നത് ബാക്കി സ്റ്റെപ്പുകൾ. അപ്പൊ ഈ ഇത്രയും ഒരു സ്റ്റെപ്പ് ഇതാണ്. ഇത്രയും നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് ഇത്രയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വന്നത്.
എന്താണ് നമ്മൾ 3യും 5 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ചെയ്തു. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം 3.2 യൂണിറ്റ് ആണ്. അതിന് പകരം 4ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 3.2നെ 4ആക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്തു വരുമ്പോൾ 5/4 ആണ്. ഇപ്പൊ താഴത്തെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ 5/4 എന്ന് കിട്ടി അതിനെ തിരിച്ചിടണം, 4/5 ആക്കണം. എന്നിട്ട് കറക്റ്റ് വാല്യൂസ് 3 × 4/5ഉം 5 × 4/5. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഡി എ ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ അരിത്തമാറ്റിക് ഒന്നും പോകണ്ട, 2 ക്വസ്റ്റിനും പാടായിരുന്നു. അടുത്ത, എ മിൽക്ക് മാൻ മിക്സ്ഡ് X+20 liters ഓഫ് വാട്ടർ. വാട്ടർ X+20 ഉണ്ട് ഇൻറ്റു 180 liters ഓഫ് മിൽക്ക്. 180 liters മിൽക്ക് ഉണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തു. ഇനി റീപ്ലേസ്ഡ് 40 ലിറ്റർ മിക്സ്ചർ. ഇത് ഈ മൊത്തത്തിൽ നിന്ന് 40 ലിറ്റർ മിക്സ്ചർ ഞാൻ എടുത്ത് മാറ്റുക. 40 ലിറ്റർ. ഇത് ലിറ്റർ ആണ്. എന്നിട്ട് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോ ഇവിടെ എത്രയോ ക്വാണ്ടിറ്റി കിട്ടും, ഇവിടെ എത്രയോ ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ ഇവരുടെ റേഷ്യോയിലല്ലേ കട്ടായി പോത്തോളൂ, കുറയത്തോളൂ. എന്നിട്ട് വീണ്ടും ആ 40 ലിറ്റർ എടുത്ത് ഞാൻ ഈ മിക്സ്ചറിലോട്ട് ഒഴിക്കുകയാണ്. അതായത് 40 ലിറ്റർ മിക്സർ എടുത്ത് കളഞ്ഞിട്ട്, എന്നിട്ട് മിൽക്ക് എടുത്തിട്ട് ഒഴിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന ഫൈനൽ മിക്സ്ചറിൽ മിൽക്കിന്റെ ഫൈനലി ലാസ്റ്റ് വരുന്നത്, അപ്പൊ 40 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റി. അപ്പൊ ഇതായി. അതിനകത്തുനിന്ന് ഞാനൊരു 40 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പോ എത്ര? 200 ലിറ്റർ ആയി എന്ത് മിൽക്കിന്റെ അളവ്. അപ്പൊ ഇത് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യേണ്ടി വരും. അതായത് ഇവിടുത്തെ ചെയ്ത് റിമൂവ് ചെയ്യുന്നു, റേഷ്യോ തിരിച്ചിടുന്നു, ഭയങ്കരതാണ്. ഇതാണ് ഇത് കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. അതായത് ഞാൻ എത്രയോ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ 40 ലിറ്റർ ഞാൻ റിമൂവ് ചെയ്തു. അതായത് 40 ലിറ്റർ റിമൂവ് ചെയ്യുമ്പോൾ മിക്സർ ആണ്. അപ്പൊ ഇതിൽ നിന്നും കുറയും, ഇതിൽ നിന്നും കുറയും. അത് ഏത് അളവിലായി കുറയുന്നത്, അവരുടെ റേഷ്യോ എങ്ങനെയാണോ അങ്ങനെ. എന്നിട്ട് അപ്പൊ ഈ 180 എത്രയോ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും 180 എത്രയോ കുറയും, അത് എത്രയാന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഞാൻ തിരിച്ച് 40 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അതായത് 180 എത്രയോ കുറഞ്ഞു. എന്നിട്ട് ഞാൻ 40 ലിറ്റർ ആഡ് ചെയ്തപ്പോ 200 ആയി. അപ്പൊ ഓർത്ത് വെക്ക്, എത്രയോ കുറഞ്ഞു. എന്നിട്ട് 40 ലിറ്റർ ആഡ് ചെയ്തപ്പോ 200 ആവണമെങ്കിൽ ഇത് കുറഞ്ഞതിന് ശേഷം എത്ര 160 ആയിരിക്കും ആയത്. എന്നാലല്ലേ 40 ആഡ് ചെയ്യുമ്പോൾ 200 ആവത്തുള്ളൂ. മനസ്സിലാക്കുക, 160 ആയിട്ടാണ്. അപ്പോ 20 ലിറ്റർ അല്ലേ ഇവിടെ കുറഞ്ഞത്. ശ്രദ്ധിക്കുക, 40 ലിറ്റർ ഞാൻ എടുത്ത് മാറ്റിയിട്ട് 40 ലിറ്റർ തിരിച്ച് ഒഴിച്ചു. മിൽക്കാണ് തിരിച്ചൊഴിച്ചത്. അപ്പോ 40 ലിറ്റർ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് കുറയും. എന്നിട്ട് തിരിച്ച് 40, അപ്പൊ 180 എത്രയോ കുറഞ്ഞു നമുക്കറിയില്ല. പിന്നീട് 40 ലിറ്ററിൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് ഇത് 200 ആവണമെങ്കിൽ ഇതിൽ 160 ആയിരുന്നു കാണണ്ടേ, ആണല്ലോ. അപ്പൊ 180 160 ആയി. 160 ആവണ 20 ലിറ്റർ ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ 160 ആയി. ഇപ്പൊ 20 ലിറ്റർ ആവുന്നു. ഇപ്പൊ ഇതിൽ നിന്ന് 20 ലിറ്റർ ആണ് പോയതെങ്കിൽ ഇതിൽ നിന്ന് 20 ലിറ്റർ ആയിരിക്കും പോയത്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരിൽ നിന്ന് 20 തന്നെ പോകണമെങ്കിൽ നമുക്കറിയാം ഇവരെ ഏത് റേഷ്യോയിലാണോ ഉണ്ടായിരുന്നത് ആ റേഷ്യോയിൽ മാത്രമേ കട്ടാവും. അപ്പൊ ഇവര് 1:1 എന്നുള്ള റേഷ്യോയിൽ ആയിരുന്നെങ്കിൽ മാത്രമല്ലേ 20 കറക്റ്റ് കുറയും. അപ്പോ ഇവിടെ എത്ര ആയിരുന്നു കാണും? ഇതേ അളവ് തന്നെ ആയിരുന്നു കാണും. 180 തന്നെ ആയിരുന്നു കാണും. 180 ആയിരിക്കണം. എക്സ് എത്ര ആയിരിക്കും? 160. ഇത്രയേ ഉള്ളൂ. പ്യുവർ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്യുവർ കൺസെപ്റ്റ് അല്ലാതെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് എഴുതാനാണ് വലിയ മെത്തേഡായിട്ട്. പ്യുവർ കൺസെപ്റ്റ് ആലോചിച്ചാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂ. ഓക്കെ. Then Rahul bought a mobile phone at rupees A and sold it at rupees B, earning a 25% profit. If he had bought it at 20% less and sold it at rupees 72 less, okay, he would have made a 15% profit. Find the value B minus F. Okay. അപ്പോ രാഹുൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങി. എന്നിട്ട് എ എന്ന് പറയുന്ന വിലയിൽ വാങ്ങി, ബി എന്ന് പറയുന്ന വിലയിൽ വിറ്റു. 25% പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യും പെർസെന്റേജ് വെച്ചാൽ 100 രൂപയൊക്കെയാണ് മേടിച്ചതെങ്കിൽ 25% പ്രോഫിറ്റ് ആണ്, 125 വിറ്റത്. സിമ്പിൾ. ഇനി ഈ ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 20% ലെസ്. ഇനി 20% വിലക്കുറവിലായിരുന്നു വാങ്ങിയത് എങ്കിൽ, ഇപ്പൊ 100 20% പറഞ്ഞാൽ അയാൾ 80 രൂപയ്ക്കായിരുന്നു വാങ്ങിയിരുന്നെങ്കിൽ
ആൻഡ് സോൾഡ് ഇറ്റ്. ഇത് 72 രൂപ കുറവ്. ഇത് കറക്റ്റ് പൈസയുടെ വ്യത്യാസമാണ്. നമ്മൾ എപ്പോഴും പെർസെന്റേജ് വെച്ച് അസ്യൂം ചെയ്യുമ്പോൾ പെർസെന്റേജ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 15%. 80-ന്റെ 15% എങ്ങനെയാണ്? 80-ന്റെ 15% വെച്ചാൽ 3/20 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 12 രൂപയ്ക്ക്. അപ്പൊ 80 രൂപയുടെ സാധനമാണ് 12 രൂപ ലാഭത്തിന് 92 രൂപയ്ക്കായിരിക്കും അത് കിട്ടും. അപ്പൊ ഈ ഒരു കേസിൽ 92 ആദ്യത്തെ കേസ് 120. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഒരു 72 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര കിട്ടുന്നത്? 92 120 നമ്മൾ വ്യത്യാസം എത്ര? 92 8 കൂട്ടിയാൽ 100 25 കിട്ടും. നമുക്ക് 33 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ അവർക്ക് കറക്റ്റ് വാല്യൂ 72ആണ്. അപ്പൊ 33 72 ആക്കണേ 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് 11, ഇവിടെ 3 വെച്ച് 2 3 6 12 24. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 11 യൂണിറ്റ് 24 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 24/11 ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഫൈൻഡ് വാല്യൂ ബി മൈനസ് എ, ബിയും എയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇവിടെ ബി എയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 125 100 തമ്മിലുള്ള വ്യത്യാസം 25. അപ്പൊ ഒരു യൂണിറ്റ് ഇത്രയാണെങ്കിൽ 25 യൂണിറ്റ് എത്രയാണ് അങ്ങനെ കാണാം? 24/11 25 കൊണ്ട് ഗുണിക്കുക. 25 24 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ 24 നിങ്ങൾ 6 ഗുണം 4 എന്ന് അസ്യൂം ചെയ്ത് 6 ഗുണം 4 എന്ന് അസ്യൂം ചെയ്ത് അപ്പൊ 25 ഗുണം 4 എത്ര? 100. 100 ഗുണം 6 600. 600/11 സിമ്പിൾ. ഓക്കെ. അല്ല 25 കഴിഞ്ഞാൽ 24 കൊണ്ട് ഗുണിച്ചാൽ 600 അറിയാവുന്നത് കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ അപ്പൊ 6 ഗുണം 4 24 എന്ന് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് 25 4 ഗുണിച്ചാൽ 100. അപ്പൊ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആകുന്ന എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ 100 ഗുണം 6 600/11. ഓക്കെ.